അദ്ദേഹം ഒരു ശരണം വിളിച്ചിട്ട് പല ചർച്ചകളും ഞാൻ കേൾക്കുന്നു. ശരണം വിളിച്ചിട്ട് ഒന്ന് വിളക്ക് കൊളുത്താമോ എന്ന് ചോദിക്കുന്നു. എന്തിനാ അങ്ങനെ പറയുന്നത്? ശ്രീകുമാറിന്റെ മറുപടി അദ്ദേഹത്തിന് AKG സെന്ററിൽ നിന്നാണോ ക്യാപ്സൂൾ വരുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ആല പഞ്ചായത്തിലെ വീടുകളിൽ ശശികുമാർ കയറിയിട്ടുണ്ട് മാപ്പ് പറയാൻ. എനിക്ക് മറുപടി പറയാനുള്ള ഇവിടെ BJPയുടെ സഹോദരി പറഞ്ഞു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പാർട്ടിയാണെന്ന്. പ്രിയ സഹോദരി, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇന്നലത്തെ മഴയ്ക്ക് കിളുത്തൊന്നുമല്ല. ഇത് വലിയ ചരിത്രവും പാരമ്പര്യമുള്ള പാർട്ടിയാണ്. വലിയ ചരിത്രവും പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ഈ ബ്രിട്ടീഷുകാരനെതിരെ പടപൊരുതിയ പാർട്ടിയാണ്. അന്ന് ചെരുപ്പ് നക്കിയും മാപ്പെഴുതി കൊടുത്തും രക്ഷപ്പെട്ട പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ബിജെപിയുടെ വാട്സപ്പിൽ കിട്ടുന്ന ചരിത്രം പഠിച്ചുകൊണ്ട് ചേച്ചി വർത്തമാനം പറഞ്ഞ് കോൺഗ്രസിന് നേരെ കയറാൻ നിൽക്കേണ്ട. ഇവിടെ BJPയുടെ ഞാൻ പറഞ്ഞിട്ട് ആരാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് വളരെ വ്യക്തമല്ലേ? ഇവിടെ BJPയുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ BJPയുടെ പ്രവർത്തകരും ചോദിക്കുന്നു എന്തുകൊണ്ട് ബിന്ദു അമ്മണിയെ വിളിച്ചില്ല? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീണ്ടും ബിന്ദു അമ്മണി ശബരിമലയിലേക്ക് വരണമെന്നാണോ? ആണോ? ശബരിമലയും കനകദുർഗയും അടക്കമുള്ള ആളുകൾ ശബരിമലയിലേക്ക് വന്ന് ശബരിമലയെ വീണ്ടും ഒരു കലാപഭൂമിയാക്കി മാറ്റണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ പറയട്ടെ, ബിന്ദു അമ്മണിയും കനകദുർഗയും കനകദുർഗയും അവിടേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ വിശ്വാസവിരുദ്ധ നിലപാടിന്റെ ഭാഗമാണ്. അതിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസവിരുദ്ധ നിലപാട് അവസാനിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ അവിടെ കലാപം ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനല്ല, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനല്ല കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബിന്ദു ഇവിടെ ശ്രീ പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പലരും ഇവിടെ ശ്രീ അൻപിളയിലും ഒക്കെ ചോദിച്ചു. അദ്ദേഹം ഒരു ശരണം വിളിച്ചിട്ട് പല ചർച്ചകളും ഞാൻ കേൾക്കുന്നു. ശരണം വിളിച്ചിട്ട് ഒന്ന് വിളക്ക് കൊളുത്താമോ എന്ന് ചോദിക്കുന്നു. എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ രാജ്യം വിശ്വാസിക്കാനുള്ള അവകാശമുണ്ട്, അവിശ്വാസിയെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ പറയട്ടെ, പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായി വരുമ്പോ പിണറായി വിജയൻ ചില തിരുത്തലുകൾ വരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ചില തിരുത്തലുകൾ വരുത്തണം. ഇവിടെ ഒരു കോടതി ഉത്തരവിന്റെ മറവിൽ ഇവിടെ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയതിനു ശേഷം, ആചാരലംഘനം നടത്തിയ ശേഷം കേരളത്തിലെ വിശ്വാസികൾ മുഴുവൻ ഹൃദയരായി നിൽക്കുമ്പോൾ വിമാനത്താവളത്തിൽ നിന്നുകൊണ്ട് അന്ന് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. അദ്ദേഹം പറഞ്ഞു യുവതീ പ്രവേശനം യാഥാർത്ഥ്യമായി, എന്താ അംഗീകരിച്ചുകൂടെ എന്ന് ചോദിച്ചു. ആ പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി വന്ന് ഇത് കൊളുത്തുന്നത് അല്ലെങ്കിൽ ഇതിൽ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധ തട്ടിപ്പാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ടാണ് തുടക്കം മുതൽ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ പോലെ ഇത് വീണ്ടും കലങ്ങണമെന്നും വിശ്വാസികളായി മുന്നോട്ട് പോട്ടെ, അവരുടെ വഴിക്ക് വിടൂ. ഇതിനു വേണ്ടിയാണ് ശബരിമല വിവാദ ഭൂമിയാക്കാൻ ശ്രമിക്കുന്നത്. ആരാണ് ശ്രമിക്കുന്നതാണ് ചോദ്യം. ശ്രീ സന്ദീപ് അതിന് മറുപടി കൊടുത്തിട്ട് ഞാൻ വീണ്ടും ചോദ്യങ്ങളിലേക്ക് വരാം. ശ്രീ സന്ദീപ്. അല്ല, ഇവിടെ ശ്രീകുമാറിന്റെ മറുപടി അദ്ദേഹത്തിന് AKG സെന്ററിൽ നിന്നാണോ ക്യാപ്സൂൾ വരുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ശശികുമാറിനില്ലാത്ത വേവലാതിയാണ് പിണറായി വിജയനെ വിമർശിച്ചപ്പോൾ ശ്രീകുമാറിനുണ്ടായത്. എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഏത് മുന്നണിയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞത് വളരെ മോശമായി പോയി ശ്രീകുമാർ. കാരണം ഇവിടെ ബിന്ദു അമ്മിണിയെ കൊണ്ടുവരുന്നോ എന്ന് ജനങ്ങൾ ചോദിച്ചത്. ബിന്ദു അമ്മിണിയെ അതെ ജനങ്ങളാണ് ചോദിക്കുന്നത്. ഞങ്ങളുണ്ടല്ലോ ജനങ്ങൾ, നിങ്ങൾ മാത്രമല്ലല്ലോ. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശം CPM ഇല്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശം CPM കിട്ടുന്ന കാലം ഉണ്ടാകുമ്പോ ശശികുമാറിന് സംസാരിക്കാം. ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശം CPM കിട്ടട്ടെ. ഇവിടെ ഞങ്ങളുണ്ടല്ലോ ജനങ്ങൾ. അല്ല, എന്തിനാണ് പിന്നെ പിൻവലിച്ച് ഓടിയത്? അല്ല സർ, എന്തിനായിരുന്നു വീടുകൾ തോറും പോയി മാപ്പ് പറഞ്ഞത്? ശബരിമലയുടെ ശശികുമാർ അടക്കം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആല പഞ്ചായത്തിലെ വീടുകളിൽ ശശികുമാർ കയറിയിട്ടുണ്ട് മാപ്പ് പറയാൻ. ലഘുലേഖയുമായി
അല്ല സാർ, പ്രേരണകുമാരി ആരാ? നിങ്ങളുടെ ശശികുമാരെ കോടതിയിൽ കേസ് കൊടുക്കുന്നതൊക്കെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. രണ്ടുപേര് സംസാരിക്കുമ്പോഴും വളരെ 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 മനുഷ്യനാണ് അദ്ദേഹം. പറയട്ടെ. കേരളത്തില് ബിന്ദു അമ്മിണിയെ വിശ്വാസത്തിന്റെ പ്രതീകമായി, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായി, അയ്യപ്പ വിശ്വാസികളുടെ പ്രതീകമായി ഉയർത്തിക്കാട്ടിയത് ഇടതുപക്ഷത്തിന്റെ സർക്കാരായിരുന്നു. അന്ന് പറഞ്ഞത് ബിന്ദു അമ്മിണി കേരളത്തിലെ സ്ത്രീകളുടെ പ്രതീകമാണ്, അവർക്ക് ശബരിമലയിൽ കയറാൻ ഉള്ള പൗരാവകാശത്തെ നാം എല്ലാവരും മാനിക്കണമെന്നാണ് CPM-ന്റെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകുന്ന സംശയമാണ്, എവിടെ പോയി വിശ്വാസിയുടെ പ്രതിനിധിയായി CPIM അവതരിപ്പിച്ച ബിന്ദു അമ്മിണി എവിടെ പോയി എന്ന് ചോദിക്കുന്നത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനല്ല സർ. അങ്ങനെ കോൺഗ്രസ്സുകാരന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മനസാക്ഷി കുത്തുകൊണ്ടാ. കാരണം അന്ന് ആചാര ലംഘനം ഉണ്ടാകുന്നതിനെ തടയാൻ ഈ നാട്ടിലെ നിങ്ങളിപ്പോൾ അടച്ചാക്ഷേപിച്ചല്ലോ, വിശ്വാസികളുടെ കുത്തകയൊന്നും ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നോ ഞങ്ങൾക്ക് കുത്തക തരാൻ? ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സാർ തെരുവിൽ കിടന്ന് അടിമേടിക്കാൻ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പ്രവർത്തകരുടെയും പേരിൽ എത്ര കേസുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്റെ പേരിൽ കേസുണ്ടോ? ശ്രീകുമാറിന്റെ പേരിൽ കേസുണ്ടോ? VD സതീശന്റെ പേരിൽ കേസുണ്ടോ? ആരുടെ പേരിലുണ്ട്? ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീമാൻ K സുരേന്ദ്രന്റെ പേരിൽ 700-ലധികം കേസുകളുണ്ട്. വത്സൻ തില്ലങ്കേരിയുടെ പേരിലുണ്ട് നൂറുകണക്കിന് കേസുകൾ. ശശികല ടീച്ചറുടെ പേരിലുണ്ട് കേസുകൾ. അപ്പോ ഞങ്ങളിവിടെ വിശ്വാസികൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയത് കൊണ്ടാണ് വിശ്വാസ സമൂഹം ഞങ്ങൾക്ക് അട്ടിപ്പേർ അവകാശം പതിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ നേടുകയാ. അപ്പം ഞങ്ങൾ ചോദിക്കും, എവിടെ ബിന്ദു അമ്മിണി? നിങ്ങൾ അവതരിപ്പിച്ച ബിന്ദു അമ്മിണി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാരന് പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന്. രണ്ട്, ഇവിടെ ശശികുമാർ ചില കണക്കുകൾ പറഞ്ഞു, ഞാൻ ആ ഫിഗേഴ്സ് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ എവിടെയാണ് സാർ ഇവിടെ നിങ്ങൾ ഈ വികസനം നടത്തിയത്? 1200 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി, അങ്ങനെ എന്തോ ഒരു ഫിഗറാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും 1000 കോടിക്ക് മുകളിലാണ്. ആയിക്കോട്ടെ, ആ അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അല്ല ഇടത്ത് അവിടെ നിൽക്കും, ഞാൻ ഓരോന്നായിട്ട് വരട്ടെ, ഓരോന്നായിട്ട്. ഞാൻ കുടിവെള്ളത്തിൽ എത്തിയിട്ടേ ഉള്ളൂ, ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇവിടെ അല്ല, ഈ ശബരിമല എന്നുള്ളത് ഈ ഭൂമധ്യരേഖയ്ക്ക് അപ്പുറത്തൊന്നും അല്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ അവിടെ ഞങ്ങൾ എല്ലാവരും പോകുന്ന സ്ഥലമാണ്. പിണറായി വിജയൻ സർക്കാർ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയെങ്കിലും ദാഹം മാറ്റണമെങ്കിൽ ബിസ്ലേരി വെള്ളം മാത്രമേ ശബരിമലയിലും പമ്പയിലും ഉള്ളൂ. ഒരു പൈപ്പിലും വെള്ളമില്ല. കഴിഞ്ഞ മാസപൂജയ്ക്ക് തുറന്നപ്പോൾ അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ഒരു വയോധിക വെള്ളത്തിന് വേണ്ടി പൈപ്പിൽ ചെന്നപ്പോൾ ഷോക്ക് അടിച്ച് താഴെ വീണ സംഭവം ഉണ്ടായത് ശബരിമലയിലാണ്. മറന്നു പോകരുത്, നിങ്ങൾ നടപ്പാക്കിയ വികസനമാണ്. പിന്നെ താങ്കൾ ചോദിച്ചു കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു എന്ന്. സാർ, ക്ഷേത്രങ്ങൾ എന്നുള്ളത് സംസ്ഥാന സബ്ജക്റ്റ് ആണ് എന്ന് വക്കീലായ ശശികുമാറിനെ ഞാൻ പഠിപ്പിക്കണോ? ആര് പറഞ്ഞു? നിങ്ങൾ വിട്ടുതരൂ, ശബരിമലയെ വിട്ടുതരൂ, ഞങ്ങൾ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സംഗമം നടത്തുന്നത് വാളയാറ് മുതൽ പാറശാല വരെയുള്ള ദേശീയമല്ലേ? ആ ദേശീയം അവിടെ ഇരിക്കട്ടെ. വാളയാറ് മുതൽ പാറശാല വരെ അല്ല ദേശീയം, അതിനപ്പുറത്താണ് ദേശീയം. അപ്പൊ അതുകൊണ്ട് അപ്പോ ചെങ്ങന്നൂരിൽ ഇടത്താവളത്തിന് 100 കോടി രൂപ അനുവദിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ശിവകുമാർ അറിയാമോ? അല്ല, എന്താ അനുവദിച്ചിട്ടില്ലേ? ആയിക്കോട്ടെന്നല്ല, കേന്ദ്ര സർക്കാർ അനുവദിച്ച സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതി സംസ്ഥാന സർക്കാരിന്. അപ്പോ ആരാധന അവിടെ നിൽക്കൂ ശശി, അല്ല അവിടെ അല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ല നിൽക്കൂ. ഈ ശബരിമലയിലെ ഒരു വികസനവും നമ്മൾ ആരും കാണുന്നില്ല. അവിടെ കുടിവെള്ളമില്ല, അടിസ്ഥാന സൗകര്യ വികസനമില്ല, വിരിവെക്കാൻ ഇടമില്ല, ക്യൂ കോംപ്ലക്സ് ഇല്ല. മര്യാദക്ക് ചെല്ലുന്ന ജനങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് ദർശനം കൊടുക്കാൻ നാളിതുവരെ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അവിടെ ചെല്ലുന്ന അയ്യപ്പ ഭക്തന്മാരോട് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന പോലീസുകാരെ അവിടെ ഇട്ട് തീർത്ഥാടനം അട്ടിമറിക്കല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? മര്യാദയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, അവിടെ ഉണ്ടാക്കുന്ന പ്രസാദം വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുക. ഹൈക്കോടതി എത്ര തവണ പറഞ്ഞു?
ശബരിമലയിൽ കൊടുക്കുന്ന പ്രസാദം പൂജയ്ക്ക് ശേഷം കൊടുക്കുന്ന പ്രസാദമായിരിക്കണമെന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ ഉണ്ടാക്കുന്ന പ്രസാദം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നു. അപ്പൊ ശബരിമലയെ ഒരു കറവപ്പശുവായി കണ്ടുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് റോപ്പ് വേ ഉണ്ടാക്കുന്നത് വലിയ കാര്യമായി ദേവി അത് പറയരുത്. കേരളത്തിന് പുറത്തേക്ക് സഞ്ചരിക്കണം, എങ്ങനെയാണ് ആധ്യാത്മിക ടൂറിസം ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപഠിക്കണം. അതിന് സെമിനാർ നടത്തിയാൽ പോരാ, വിവേചന ബുദ്ധിയുള്ള വിശ്വാസികളെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു സർക്കാർ ഉണ്ടാകണം. യെസ്.